പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഉദയം എന്ന ബൈബിൾ പഠന പരിപാടിയിലേക്ക് സ്വാഗതം. യേശു ക്രിസ്തുവിലൂടെ ഈ ഭൂമിയിൽ ഉദയം ചെയ്ത ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം, ദൈവരാജ്യത്തിൻ്റെ സവിശേഷതകൾ യേശു അനേകം ഉപമകളിലൂടെ പഠിപ്പിക്കുകയുണ്ടായി. യേശു പഠിപ്പിച്ച ആ ഉപമകളിലൂടെ ഒരു തീർത്ഥാടനമാണ് നമ്മൾ ഈ ഉദയം എന്ന പ്രോഗ്രാമിലൂടെ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് മഹാവിരുന്നിനെക്കുറിച്ചുള്ള ഒരു ഉപമ. ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ അതിനെ മഹാവിരുന്ന് എന്നും മത്തായി എഴുതിയ സുവിശേഷത്തിൽ വിവാഹ വിരുന്ന് എന്നും വിശേഷിപ്പിക്കുന്നു. നമുക്ക് ആദ്യമേ ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ നിന്ന് വായിച്ചു കേൾക്കാം. ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം 14 തിരുവചനങ്ങൾ 15 മുതൽ 24 വരെ. അവനോടുകൂടെ ഭക്ഷണത്തിലിരുന്നവരിൽ ഒരുവൻ ഇത് കേട്ടിട്ട് അവനോട് പറഞ്ഞു, ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ. അപ്പോൾ യേശു അവനോട് പറഞ്ഞു, ഒരുവൻ ഒരിക്കൽ ഒരു വലിയ സദ്യ ഒരുക്കി വളരെ പേരെ ക്ഷണിക്കുകയും ചെയ്തു. സദ്യയ്ക്ക് സമയമായപ്പോൾ അവൻ ദാസനെ അയച്ച് ക്ഷണിക്കപ്പെട്ടവരെ അറിയിച്ചു, വരുവിൻ, എല്ലാം തയ്യാറായിരിക്കുന്നു. എന്നാൽ അവരെല്ലാവരും ഒന്നുപോലെ ഒഴികഴിവ് പറയാൻ തുടങ്ങി. ഒന്നാമൻ പറഞ്ഞു, ഞാനൊരു വയൽ വാങ്ങി അതുപോയി കാണേണ്ടിയിരിക്കുന്നു, എന്നെ ഒഴിവാക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. മറ്റൊരുവൻ പറഞ്ഞു, ഞാൻ 5 ജോഡി കാളകളെ വാങ്ങി അവയെ പരീക്ഷിച്ചു നോക്കാൻ പോകുന്നു, എനിക്ക് ഒഴിവ് തരണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. മൂന്നാമതൊരുവൻ പറഞ്ഞു, എൻ്റെ വിവാഹം കഴിഞ്ഞതേയുള്ളൂ, അതിനാൽ എനിക്ക് വരാൻ നിവൃത്തിയില്ല. ആ ദാസൻ തിരിച്ചു വന്ന് യജമാനനെ വിവരം ധരിപ്പിച്ചു. ഗൃഹനാഥൻ കോപിച്ച് ദാസനോട് പറഞ്ഞു, നീ വേഗം പട്ടണത്തിൻ്റെ തെരുവുകളിലും ഊടുവഴികളിലും ചെന്ന് ദരിദ്രരെയും വികലാംഗരെയും കുരുടരെയും മുടന്തരെയും ഇവിടെ കൂട്ടിക്കൊണ്ടുവരിക. അനന്തരം ആ ദാസൻ പറഞ്ഞു, യജമാനനെ, നീ കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്തു, ഇനിയും സ്ഥലമുണ്ട്. യജമാനൻ ദാസനോട് പറഞ്ഞു, നീ പെരുവഴിയിലും ഇടവഴികളിലും ചെന്ന് എൻ്റെ വീട് നിറയുവോളം ആളുകളെ അകത്തേക്ക് വരാൻ നിർബന്ധിക്കുവിൻ. എന്തെന്നാൽ ക്ഷണിക്കപ്പെട്ടവരിൽ ഒരുവനും എൻ്റെ വിരുന്ന് ആസ്വദിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവവചനമാണ് നാം കേട്ടത്. വിശുദ്ധ ലൂക്ക എഴുതിയ ഈ സുവിശേഷം 14-ാമത്തെ അധ്യായം ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്തായിട്ടാണ് വരുന്നത്. നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷം പ്രധാനമായിട്ടും 3 ഭാഗമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ആദ്യത്തെ ഭാഗം 4 മുതൽ 9 വരെയുള്ള ഭാഗം ഗലീലിയിലെ പ്രവർത്തനങ്ങളാണ്. പിന്നീട് ഗലീലിൽ നിന്ന് ജെറൂസലമിലേക്കുള്ള യാത്ര, പിന്നെ ജെറൂസലമിലെ പ്രവർത്തനങ്ങൾ. ഈ ജെറൂസലമിലേക്കുള്ള യാത്രാമധ്യേ യേശു ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്. അധിക പങ്കും ശിഷ്യത്വത്തെ സംബന്ധിച്ച പ്രബോധനങ്ങളാണ് നൽകുന്നത്. ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. അത് അനേകം ഉപദേശങ്ങളിലൂടെയും കഥകളിലൂടെയും സംഭവങ്ങളിലൂടെയും ഒക്കെ യേശു വിരിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ ദൈവരാജ്യത്തിൻ്റെ ഒരു സവിശേഷത എടുത്തു കാണിക്കുകയാണ് നമ്മൾ വായിച്ചു കേട്ട ഉപമയിലൂടെ. ഈ ഉപമയുടെ സാഹചര്യം തന്നെ ഓർക്കുക. സാഹചര്യം 14-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സാബത്തിൽ അവൻ ഫരിസേയ പ്രമാണികളിൽ ഒരുവൻ്റെ വീട്ടിന് ഭക്ഷണത്തിന് പോയി. അപ്പോൾ അനേകം തവണ യേശു വിരുന്നിന് പോകുന്നതായി സുവിശേഷകൻ, പ്രത്യേകിച്ച് ലൂക്കാ സുവിശേഷം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വിരുന്ന് ദൈവ മനുഷ്യ ബന്ധത്തിൻ്റെ, ദൈവത്തിൻ്റെ ഭവനത്തിൽ മക്കൾ ഒരുമിച്ച് സന്തോഷമായി കഴിയുന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് യേശു എപ്പോഴും കാണുക. അപ്പോൾ വിരുന്നിന് പോകാറുണ്ട്, വിരുന്നിന് യേശു ക്ഷണിക്കാറുണ്ട്, വിരുന്ന് ഒരുക്കാറുണ്ട്. നമുക്കറിയാം, യേശുവിൻ്റെ അവസാനത്തെ പ്രവർത്തനം ശിഷ്യന്മാരോടൊന്നിച്ചുള്ളൊരു വിരുന്നായിരുന്നു. അന്ത്യ അത്താഴം ഒരു വിരുന്നായിട്ടാണ്. അപ്പോൾ ദൈവരാജ്യത്തെ വിരുന്നിനോടാണ് ഉപമിക്കുക. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ യേശു ഒരു ഫരിസേയൻ്റെ വീട്ടിൽ വിരുന്നിന് പോകുന്നു. വിരുന്നിൻ്റെ സമയത്ത് യേശു നൽകുന്ന ഉപദേശങ്ങളുണ്ട്. എങ്ങനെയാണ് നീ ഒരു വിരുന്ന് ക്ഷണിക്കപ്പെടുമ്പോൾ എന്ത് ചെയ്യണം? പ്രഥമസ്ഥാനത്ത് കയറി ഇരിക്കരുത്, നിന്നേക്കാൾ മാന്യനായവൻ ഒരുപക്ഷെ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും, അതുകൊണ്ട് ഏറ്റവും താഴെ ഇരിക്കുക. വിരുന്ന് നടത്തുമ്പോൾ ആർക്കാണ് വിരുന്ന് കൊടുക്കേണ്ടത്, ആരെയാണ് ക്ഷണിക്കേണ്ടത്? നിന്നെപ്പോലുള്ള ധനികരെയും പ്രധാനികളെയുമല്ല, തിരിച്ചു ക്ഷണിക്കാൻ കഴിവില്ലാത്ത പാവപ്പെട്ടവരെ, ദരിദ്രരെ, വികലാംഗരെ, മുടന്തരെ, കുരുടരെ, ഇങ്ങനെയുള്ളവരെയൊക്കെ വേണം ഇരുന്ന് ക്ഷണിക്കാൻ എന്നൊക്കെ യേശു പഠിപ്പിക്കുമ്പോൾ ഒരാൾ വിളിച്ചു പറഞ്ഞു സമൂഹത്തിൽ നിന്ന്. അപ്പോൾ ആ വിരുന്നുശാലയിൽ നിന്ന് ഒരാൾ പറയുക, ഭക്ഷണത്തിനിരുന്നവൻ ഒരുവൻ ഇത് കേട്ട് അവനോട് പറഞ്ഞു. എന്തു കേട്ടാണെന്ന് ചോദിച്ചാൽ, നീ ഇപ്പോൾ ക്ഷണിക്കുന്നത് ദരിദ്രരെയും പാവപ്പെട്ടവരെയും ഒക്കെ ആണെങ്കിൽ അവർക്ക് നിന്നെ തിരിച്ചു ക്ഷണിക്കാനായിട്ട് സാധിക്കുകയില്ല, പക്ഷേ നിനക്കുള്ള പ്രതിഫലം ദൈവം നൽകും.
പകരം നൽകാൻ അവരുടെ പക്കൽ ഒന്നുമില്ല, നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും. ഇതാണ് യേശു പഠിപ്പിച്ചത്. അപ്പോൾ ഇങ്ങനെ നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ പ്രതിഫലം ലഭിക്കും എന്ന് യേശു പ്രഘോഷിക്കുമ്പോൾ അവിടെ ഇരുന്ന ഒരാൾ തൻ്റെ ഒരു സ്വഗതം എന്ന നിലയിൽ ഉച്ചത്തിൽ പറയുകയാണ്. ഭക്ഷണത്തിൽ നിന്നുള്ള ഒരുവൻ ഇത് കേട്ട് അവനോട് പറഞ്ഞു, ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ. അത് അല്പം ഒരു അഹന്തയോടുകൂടി പറയുന്നതായിട്ട് തോന്നും. ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവർ, ഞങ്ങളൊക്കെ ദൈവരാജ്യത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവരാണ്, ഞങ്ങൾക്കൊക്കെ ദൈവരാജ്യം ഗ്യാരൻറ്റീഡാണ്, അപ്പം ഭക്ഷിക്കാൻ സാധിക്കുന്നവരാണ്, അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ അവകാശികളാണ് ഞങ്ങൾ, അതിൽ ഇപ്പോൾ തന്നെ അതിൽ അംഗങ്ങളാണ് എന്ന ഒരു ധാരണ അഥവാ മിഥ്യാധാരണ പ്രകടമാക്കുന്ന സാഹചര്യത്തിലാണ് യേശു ഈ കഥ പറയുന്നത്. ആ കഥയിൽ വളരെ പ്രത്യേകമായ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട്. ഒരു വലിയ വിരുന്ന് ആണ് പറയുക. ആരാണെന്ന് പറയുന്നില്ല, ഒരു സാമാന്യ ഒരു വിരുന്നൊരുക്കുന്നു, വിരുന്നിന് ആൾക്കാരെ ക്ഷണിക്കുന്നു. അപ്പോൾ ഇവിടെ 2 ക്ഷണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സമയമായപ്പോൾ വീണ്ടും ദാസനെ അയക്കുന്നു. ഇത് പലസ്തീനായി നിലവിലിരുന്ന ഒരു പ്രത്യേകതയാണ്. സാധാരണഗതിയിൽ വിരുന്ന് നടക്കുന്നതിന് ഒരു മാസം മുമ്പെങ്കിലും ഈ വിരുന്നിന് ആൾക്കാരെ ക്ഷണിക്കും. ക്ഷണക്കത്ത് കൊടുത്തു വിടുമ്പോൾ, ക്ഷണിക്കുമ്പോൾ ആരൊക്കെയാണ് ആ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ലിസ്റ്റ് കൂടി ഉണ്ടാവും. ആ ലിസ്റ്റ് നോക്കിയിട്ട് ഇയാളുടെ കൂടെ വിരുന്നിനിരിക്കാൻ എനിക്ക് താല്പര്യമില്ലെങ്കിൽ അത് ഒഴിവാക്കാം. അപ്പോൾ ആദ്യത്തെ ക്ഷണത്തിൽ വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ വരില്ല എന്ന് പറയാം. അങ്ങനെ വരില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വിരുന്നൊരുക്കുന്ന ആതിഥേയന് നഷ്ടമുണ്ടാവില്ലല്ലോ. അല്ലെങ്കിൽ എല്ലാം ഒരുക്കി തയ്യാറാക്കി കഴിയുമ്പോൾ ഞാൻ വരുന്നില്ല എന്ന് പറയുമ്പോൾ അത് വലിയ നഷ്ടത്തിനിടയാവും. അതൊരു പശ്ചാത്തലമാണ്. എന്നിട്ട് അവസാനം വിരുന്നിൻ്റെ അന്ന് രാവിലെ വീണ്ടും വേലക്കാരെ പറഞ്ഞയക്കും. ഇതാ ഇന്നാണ് വിരുന്ന്. ഇപ്പോൾ സാധാരണഗതിയിൽ വൈകുന്നേരം 6 മണിക്കാണ് വിരുന്ന് ആരംഭിക്കുക. എല്ലാവരും അതിനു മുമ്പേ ഹാളിൽ കയറിയിരിക്കണം. വിരുന്നുശാലയിൽ കയറി കഴിയുമ്പോൾ വിരുന്നുശാലയുടെ വാതിലടയ്ക്കും. അതിനുശേഷം അതിന് മുകളിൽ കൊടി തൂക്കുമെന്നാണ് പറയുക, വിരുന്ന് തുടങ്ങി എന്ന് കാണിക്കാനായിട്ട്. തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കും മറ്റത്ത് പ്രവേശനം ഉണ്ടാവില്ല. വിരുന്ന് തീരുന്നത് വരെ ആർക്കും പുറത്തു പോകാൻ സാധിക്കുകയില്ല. അപ്പോൾ ഈ ഒരു പശ്ചാത്തലമാണ് നമ്മൾ ഓർക്കേണ്ടത്. വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരായിരുന്നു, അവരെ വീണ്ടും ക്ഷണിക്കുകയാണ്. പക്ഷേ ഇവിടെ അസാധാരണമായ ഒന്നാണ് യേശു എടുത്തു പറയുക. സാധാരണഗതിയിൽ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ ഒരിക്കൽ ചെല്ലാമെന്ന് പറഞ്ഞാൽ പിന്നെ ചെല്ലാതിരിക്കുന്ന പ്രശ്നം ഉണ്ടാകാറില്ല. അതനുസരിച്ചാണ് ആൾക്കാരുടെ ലിസ്റ്റ് എടുത്തും കണക്ക് നോക്കിയുമൊക്കെ എന്ന് മാത്രം ആൾക്കാർ വരുന്നുണ്ട്, ആർക്കൊക്കെയാണ് ഭക്ഷണം തയ്യാറാക്കേണ്ടത് നിശ്ചയിക്കുക. പക്ഷേ ഇവിടെ സമയമായപ്പോൾ ഓരോരുത്തർ ഒഴികഴിവ് പറയാൻ തുടങ്ങി. ആ പറയുന്ന ഒഴിവുകഴിവ് തന്നെ ശ്രദ്ധേയമാണ്. എമർജൻസി ആയിട്ട് സംഭവിച്ചിട്ടുണ്ട്, എൻ്റെ അപ്പം മരിച്ചു, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചിരിക്കുന്നു, വീടിന് തീ പിടിച്ചു, ഒരു സംഭവമില്ല. അങ്ങനെയുള്ള അത്യാഹിതങ്ങളൊന്നുമല്ല. അപ്രതീക്ഷിതമായി പെട്ടെന്ന് സംഭവിച്ചൊരു കാര്യമല്ല, ഉടനെ തീരുമാനം എടുക്കേണ്ട കാര്യവുമല്ല. എന്താണ് പറയുക? 3 കാര്യങ്ങളാണ് പറയുന്നത്. 1, ഞാൻ ഒരു വയൽ വാങ്ങി, അത് പോയി കാണേണ്ടിയിരിക്കുന്നു. ഇന്ന് ഞാൻ വാങ്ങിയ വയൽ നാളെ പോയി കണ്ടാലും വയൽ അവിടെ തന്നെ ഉണ്ടാകും. അത് ഇന്ന് തന്നെ പോയി കാണുന്ന നിർബന്ധമുള്ള കാര്യമല്ല. 2 പറയും, ഞാൻ 5 ജോഡി കാളകളെ വാങ്ങി പരീക്ഷിച്ച് നോക്കാൻ പോവുകയാണ്. അത് 2 ദിവസം കഴിഞ്ഞാലും കാളകൾ അവിടെ തന്നെ ഉണ്ടാകും, ഇപ്പോൾ തന്നെ ചെയ്യേണ്ട കാര്യമല്ല. 3 പറയും, വിവാഹം കഴിച്ചു, അത് നേരത്തെ ആലോചിച്ച കാര്യമാണ്. അപ്പോൾ ഇതൊന്നും അറിയാൻ പാടില്ലാത്ത കാര്യമായിരുന്നു. ഇത് വെറുതെ ഒഴികഴിവ് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ വിരുന്നിൽ പങ്കുചേരാൻ താല്പര്യമില്ല. അങ്ങനെയാണ് നേരത്തെ പറയാൻ പാടില്ലായിരുന്നോ? അതിന് ചോദ്യമില്ല. അപ്പോഴിങ്ങനെ വിരുന്നിന് ചെല്ലാം എന്ന് സമ്മതിച്ചു, വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരാണ്. പക്ഷേ അവസാന നിമിഷമാകുമ്പോഴേക്കും വിരുന്നിൽ നിന്ന് ഒഴിവാകുകയാണ്. അപ്പോഴാണ് യജമാനൻ ക്രുദ്ധനാവുക. തീർച്ചയായിട്ടും ആർക്കാലും ഉണ്ടാവും. നമ്മുടെ നാട്ടിലാണെങ്കിലും വിവാഹ വിരുന്നിന് ഇപ്പോൾ വലിയ സദ്യകളിൽ നടക്കുക. നമ്മൾ കേറ്ററിംഗുകാരോട് 5000 പേർക്ക് ഭക്ഷണം തയ്യാറാക്കണമെന്നൊക്കെ പറഞ്ഞ് അവസാനം വരുമ്പോഴത്തേക്കും 100 പേരെ ഉള്ളെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? വലിയ നഷ്ടം, നാണക്കേടും. അതുപോലെ തന്നെ വലിയ വിവാഹ വിരുന്നൊരുക്കി ആൾക്കാരും വരുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും വിളിച്ചവർക്കും വിരുന്നൊരുക്കുന്നവർക്കൊക്കെ നഷ്ടം കൂടി ആവും, നാണക്കേടുമാകും. അതുകൊണ്ടാണ് യജമാനൻ ക്രുദ്ധനാകുന്നത്. ഇതൊരു സാധാരണ സംഭവമായിട്ട് കാണാവുന്നതാണ്. അതുകൊണ്ട് ദാസനോട് പറയും, നീ പോയി വേറെ ആൾക്കാരെ കൊണ്ടുപോയി. ആരെയാണ്? നീ വേഗം പട്ടണത്തിന് തെരുവുകളിലും ഊടുവഴികളിലും ചെന്ന് ദരിദ്രരെയും വികലാംഗരെയും കുരുടരെയും മുടന്തരെയും. ഇതാണ് യേശു ആദ്യം പറഞ്ഞത്. നിങ്ങൾ ഒരു വിരുന്നൊരുക്കുമ്പോൾ ആരെയൊക്കെയാണ് കൊണ്ടുവരേണ്ടത്? ഈ ലിസ്റ്റ് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. സദ്യ നടത്തുമ്പോൾ ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ, ഇവരെയൊക്കെയാണ് വിളിക്കേണ്ടത്. ഇവരെന്നായതിൽ ആദ്യം വിളിച്ചിരുന്നത്. ഇപ്പോൾ 2ാമത്തേത് ഇപ്രകാരമുള്ളവരാണ് വിളിക്കുക. അത് പട്ടണത്തിൻ്റെ ഉള്ളിൽ. പക്ഷെ അതുകൊണ്ടും തീർന്നില്ല. 2ാമത്തേത് ഇത്രയും വിളിച്ചിട്ടും വിരുന്നുശാല നിറയാത്തത് കൊണ്ട് 2ാമത്തെ വിളി യജമാൻ ദാസനോട് പറഞ്ഞു, പെരുവഴിയിലും ഇടവഴികളിലും ചെന്ന് എൻ്റെ വീട് നിറയുവോളം അകത്തേക്ക് വരാൻ ആളുകളെ നിർബന്ധിക്കുക. നിർബന്ധിച്ചു കൊണ്ടുവരാനാണ് പറയുക. അർഹതയില്ലാത്തവരാണ്, പ്രതീക്ഷിക്കാത്തവരാണ്, എന്നാലും വിരുന്നുശാലയിലേക്ക് കൊണ്ടുവരും. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇതൊരു കഥയാണ്, ഒരു ഉപമയാണ്. ഈ ഉപമയിലൂടെ പറയുന്ന പ്രത്യേക കാര്യമുണ്ട്. ദൈവരാജ്യത്തെക്കുറിച്ചാണ് പറയുന്നതെന്ന് ഓർക്കുക.
ദൈവരാജ്യം ഒരു വിരുന്നിനോട് ഉപമിച്ചിരിക്കുകയാണ്. അപ്പോൾ ദൈവരാജ്യത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. യേശു പറയുന്ന യഹൂദരുടെ സമൂഹത്തിൽ വെച്ചാണെന്ന് ഓർക്കണം. യേശു പറയുന്ന ഒരു ഫരിസേയൻ്റെ വീട്ടിൽ വെച്ചാണ്. ഫരിസേയൻ്റെ വീട്ടിൽ വെച്ച് ഈ കഥ പറയുമ്പോൾ അവർക്ക് കൃത്യമായിട്ടും മനസ്സിലാകും ഫരിസേയൻ്റെ മനോഭാവമാണ് ദൈവരാജ്യത്തിൽ വിരുന്നിരിക്കുന്നവർ ഭാഗ്യവാന്മാർ, അപ്പം ഭക്ഷിക്കുന്നവർ ഭാഗ്യവാന്മാർ, ഞങ്ങൾ ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. പക്ഷേ യേശു പറയുന്നത് നോക്കൂ, ആദ്യം വിളിക്കപ്പെട്ടവരാരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ തയ്യാറായില്ല, സമ്മതിച്ചില്ല. എന്താണ് കാര്യം? ഇത് ഒരു ചരിത്രം കൂടി എടുത്ത് നോക്കുക. യേശുവിനെ സ്വീകരിക്കാനായിട്ട് സന്നദ്ധരായവരാരാണ്? ഇപ്പോൾ ഫരിസേയൻ്റെ വീട്ടിലേക്ക് വിരുന്ന് ക്ഷണിച്ചെങ്കിലും ഫരിസേയൻ യേശുവിനെ സ്വീകരിക്കാനോ യേശു പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാനോ സന്നദ്ധനല്ല. നാട്ടിൽ വളരെ പോപ്പുലറായ പ്രസിദ്ധി ആർജിച്ച ഒരു ഗുരുവിനെ വിളിച്ച് ഒരു വിരുന്ന് കൊടുക്കുന്നത് തനിക്ക് തന്നെ ഒരു വലിയ മഹത്വം ഉണ്ടാക്കുമെന്ന രീതിയിലായിരിക്കും ഇയാൾ വിളിച്ചിരിക്കുന്നത്. പക്ഷേ യേശു പറയുന്നത് കേൾക്കാനോ അതനുസരിച്ച് പ്രവർത്തിക്കാനോ ഇവർ തയ്യാറാവുന്നില്ല. അപ്പോൾ ദൈവരാജ്യത്തിലേക്കുള്ള ക്ഷണം രണ്ട് തരത്തിലൂടെ പറയുന്നുണ്ട്. ആദ്യം ക്ഷണിക്കപ്പെട്ടിരുന്നു, ഇതാ സമയമായിരിക്കുന്നു. അപ്പോൾ ഇതൊരല്പം ചരിത്രത്തിലേക്ക് കടന്നുപോയാൽ ഇസ്രായേൽ ജനമാണ് ഇപ്രകാരം ആദ്യമേ വിളിക്കപ്പെട്ടിരുന്നത് നോക്കുകയാണ്. അബ്രാഹത്തിലൂടെ ആരംഭിച്ചതാണ്. നിന്നിലൂടെ ഭൂമുഖത്തെ ജനതകളെല്ലാം അനുഗ്രഹീതമാകുമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ദൈവം തുടങ്ങിയ രക്ഷാകര പദ്ധതി. അതിന് തുടർച്ചയായിട്ടാണ് മോശയിലൂടെ ഒരു ജനത്തെ പ്രത്യേകമായി വാർത്തെടുക്കുന്നത്. അടിമകളായിരുന്നവർ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവന്ന് സീനായ് മലയിൽ വെച്ച് അവരുമായി ഉടമ്പടി ചെയ്ത് നിങ്ങൾ എൻ്റെ ജനമായിരിക്കും, ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്വന്തം ജനമാക്കി. അവർക്ക് അനുസരിക്കാനായി പ്രമാണങ്ങൾ കൊടുത്തു. 10 പ്രമാണങ്ങളും അതിന് വിശദീകരണങ്ങളായ മറ്റ് പ്രമാണങ്ങളും. നിങ്ങളെൻ്റെ വാക്കനുസരിക്കുകയും എൻ്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുകയാണെങ്കിൽ മറ്റെല്ലാ ജനതകളിലും വെച്ച് ഭൂമിയിലെ എല്ലാ ജനതകളെയും ഉപരിയായി നിങ്ങൾ എനിക്ക് എൻ്റെ സ്വന്തം ജനവും എൻ്റെ രാജ്യവുമായിരിക്കും, പുരോഹിത ജനമായിരിക്കും. അപ്പോൾ ഇങ്ങനെ എൻ്റെ സ്വന്തമായിരിക്കുമെന്ന് വിളിച്ച് ക്ഷണം സ്വീകരിച്ചവരാണ് ആദ്യത്തെ ക്ഷണം. പക്ഷേ പിന്നീട് അങ്ങോട്ടുള്ള യാത്രയിൽ നമുക്ക് കാണാം ഈ പ്രമാണങ്ങളനുസരിച്ച് ജീവിക്കാൻ അവർ സന്നദ്ധരാകുന്നില്ല. ഒന്നിനു പുറകെ ഒന്നായ അവിശ്വസ്തയുടെ കഥകളാണ്. അപ്പോൾ ഇത് അവസാനം, ഇതാ സമയം പൂർത്തിയായിരിക്കുന്നു. യേശു സുവിശേഷം ആരംഭിക്കുന്നത് അങ്ങനെയാണല്ലോ. സമയം പൂർത്തിയായി, ദൈവരാജ്യം ഇതാ വാതിൽക്കലെത്തിയിരിക്കുന്നു, സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. ഇപ്പോൾ ദൈവരാജ്യം ഇതാ ഇവിടെ വന്നിരിക്കുന്നു പറഞ്ഞുകൊണ്ട് അവസാനമായി വന്നിരിക്കുന്ന ദാസനാണ് യേശു. എല്ലാം പൂർത്തിയായി, വരുവിൻ. ലൂക്കാ എഴുതിയ സുവിശേഷം വായിച്ചാൽ കാണാം 4-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ കേട്ടിരിക്കെ ഈ തിരുവെഴുത്ത് ഇന്ന് നിറവേറിയിരിക്കുന്നു. യേശുവാണ് അവസാനത്തെ ദാസൻ. യേശുവാണ് അവസാനത്തെ ക്ഷണിക്കാനായിട്ട് വിട്ടിരിക്കുന്ന ദാസൻ ദൈവരാജ്യത്തിലേക്ക്. പക്ഷേ ഇവിടെ ഒന്നിനു പിറകെ ഒന്നായി ഒഴിവ് കഴിവുകൾ പറഞ്ഞു പോവുകയാണ്. ഫരിസേയരുടെ ഭാഗത്തു നിന്നും മറ്റവരുടെ ഭാഗത്തു നിന്നും യേശുവിനെ ചോദ്യം ചെയ്യുന്നു. യേശു പറയുന്നു സ്വീകരിക്കാനായിട്ട് സന്നദ്ധരാകുന്നില്ല. യേശു പ്രഘോഷിക്കുന്ന ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ അവർക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഓരോ ഒഴിവുകൾ വിളി പറയുന്നതെല്ലാം മുട്ടായുക്തികളാണ്, ഒരു കാര്യവുമില്ലാത്തതാണ്. അതുകൊണ്ട് യേശു പറയും നിങ്ങളാരും ഇത് ആസ്വദിക്കാൻ പോകുന്നില്ല. ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞ ആ വ്യക്തിയുടെ വലിയ ആ സെക്യൂരിറ്റി, സുരക്ഷിതത്വ ബോധം ഇവിടെ ഇല്ലായ്മ ചെയ്യുകയാണ്. അതുകൊണ്ടാണ് അവസാനം പറയും ക്ഷണിക്കപ്പെട്ടവരിൽ ഒരുവൻ പോലും ഈ വിരുന്ന് ആസ്വദിക്കുകയില്ല. അതൊരു വലിയ ശിക്ഷാവിധി പോലെയാണ്. പിന്നെ ആരാണ് ആസ്വദിക്കുക? നിങ്ങൾ വിജാതീയരെന്ന് അശുദ്ധരെന്ന് മുദ്രകുത്തി പുറത്തു തള്ളിയവർ, അവരായിരിക്കും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക. അത് 2 ഘടകമായി തിരിച്ചിട്ടുണ്ട്. പട്ടണത്തിനുള്ളിലെ ഊടുവഴികളിലും ഇടവഴികളിലും ഒക്കെ ഉള്ളവർ, അത് ഇസ്രായേലിലെ തന്നെ ഈ വികലാംഗരും ഒക്കെയാണ്. പുറന്തള്ളപ്പെട്ടവർ, അശുദ്ധരായി നിയമപ്രകാരം രക്ഷയില്ല എന്ന് പ്രതീക്ഷയറ്റ് പോയവർ ഇസ്രായേലിൻ്റെ വിഭാഗം. 2-ാമത്തെ വിഭാഗം പട്ടണത്തിന് പുറത്തുള്ളവരാണ്. പട്ടണത്തിന് പുറത്തെ പെരുവഴികളിലുള്ളവർ അത് വിജാതീയരാണ്. അപ്പോഴും വിജാതീയരും ചുങ്കക്കാരും വേശ്യകളും നിങ്ങൾക്ക് മുമ്പേ സ്വർഗ്ഗരാജ്യത്തിലേക്ക് കടന്നു പോകും എന്ന് മത്തായിയുടെ സുവിശേഷം നമ്മൾ കണ്ടതുപോലെ അതിൻ്റെ മറ്റൊരു വിശദീകരണമാണ് ഈ ഉപമയിലൂടെ കിട്ടുക. അപ്പോൾ നിങ്ങളിങ്ങനെ ദൈവരാജ്യത്തിൻ്റെ ഉള്ളിലാണെന്നുള്ള ബോധ്യത്തോടു കൂടി ഇരിക്കുന്നത് വെറും മിഥ്യാബോധമാണ്. ദൈവരാജ്യം നിങ്ങൾക്ക് നഷ്ടപ്പെടുകയായി. അപ്പോൾ യഥാർത്ഥത്തിൽ കണ്ണു തുറന്ന് യേശുവിൻ്റെ ആഹ്വാനം സ്വീകരിക്കാൻ സന്നദ്ധരാകുന്നില്ല എങ്കിൽ ദൈവരാജ്യം നിങ്ങൾക്ക് ലഭ്യമാവുകയില്ല. അതുകൊണ്ടാണ് ക്ഷണിക്കപ്പെട്ടവരാരും വിരുന്നാസ്വദിക്കുകയില്ല എന്ന് പറയുക. ഈ ഒരു ഉപമ മത്തായി എടുത്ത് വിശദീകരിക്കുമ്പോൾ അല്പം വ്യത്യസ്തമായിട്ടാണ് കൊണ്ടുവരുന്നത്. മത്തായി എഴുതിയ സുവിശേഷത്തിൽ 22-ാമത്തെ അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ഈ ഉപമ വേറൊരു തരത്തിൽ വിശദീകരിക്കുന്നതാണ്. ഞാനൊന്ന് വായിക്കട്ടെ. യേശു വീണ്ടും ഉപമകൾ വഴി അവരോട് സംസാരിച്ചു. സ്വർഗരാജ്യം തൻ്റെ പുത്രന് വേണ്ടി വിവാഹവിരുന്നൊരുക്കിയ രാജാവിന് സദൃശ്യം. വിവാഹവിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരെ വിളിക്കാൻ അവൻ ഭൃത്യന്മാരെ അയച്ചു. എന്നാൽ വരാൻ അവർ വിസമ്മതിച്ചു. വീണ്ടും അവൻ വേറൊരു ഭൃത്യനെ
വേറെ ഭൃത്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ വിരുന്ന് സജ്ജമായിരിക്കുന്നു, എൻ്റെ കാളകളെയും കൊഴുത്ത മൃഗങ്ങളെയും കൊന്നു, എല്ലാം തയ്യാറാക്കി കഴിഞ്ഞു. വിവാഹ വിരുന്ന് വരിക എന്ന് ക്ഷണിക്കപ്പെട്ടവരോട് ചെന്നു പറയുവൻ. എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അത് വകവയ്ക്കാതെ ഒരുവൻ വയലിലേക്കും വേറൊരുവൻ വ്യാപാരത്തിനും പോയി കളഞ്ഞു. മറ്റുള്ളവർ ആ ഭൃത്യന്മാരെ പിടികൂടി അവരെ അവമാനിക്കുകയും വധിക്കുകയും ചെയ്തു. രാജാവ് ക്രുദ്ധനായി സൈന്യത്തെ അയച്ച് ആ കൊലപാതകികളെ നശിപ്പിച്ചു, അവരുടെ നഗരം അഗ്നിക്കിരയാക്കി. അനന്തരം അവൻ ഭൃത്യന്മാരോട് പറഞ്ഞു, വിവാഹ വിരുന്ന് തയ്യാറായിരിക്കുന്നു, എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അയോഗ്യരായിരുന്നു. അതിനാൽ നിങ്ങൾ വഴിക്കവലകളിൽ ചെന്ന് അവിടെ കണ്ടെത്തുന്നവരെയെല്ലാം വിവാഹ വിരുന്നിന് ക്ഷണിക്കുവിൻ. ആ ഭൃത്യന്മാർ നിരത്തുകളിൽ ചെന്ന് ദുഷ്ടരും ശിഷ്ടരും ഉൾപ്പെടെ കണ്ടെത്തിയവരെല്ലാം വിളിച്ചുകൂട്ടി. അങ്ങനെ വിരുന്നുശാല അതിഥികളെ കൊണ്ട് നിറഞ്ഞു. അതിഥികളെ കാണാൻ രാജാവ് എഴുന്നള്ളിയപ്പോൾ വിവാഹവസ്ത്രം ധരിക്കാത്ത ഒരാളെ അവിടെ കണ്ടു. രാജാവ് അവനോട് ചോദിച്ചു, സ്നേഹിത, വിവാഹവസ്ത്രം ധരിക്കാതെ നീ ഇവിടെ പ്രവേശിച്ചതെങ്ങനെ? അവൻ മൗനം അവലംബിച്ചു. അപ്പോൾ രാജാവ് പരിചാരകന്മാരോട് പറഞ്ഞു, അവനെ കൈകാലുകൾ കെട്ടി പുറത്ത് അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുക. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. എന്തെന്നാൽ വിളിക്കപ്പെട്ടവർ വളരെ തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. ഒരു ഉപമയുടെ വ്യത്യസ്തമായ ഒരു അവതരണമാണിത്. ആദ്യത്തേതിൽ നിന്നുമുള്ള വ്യത്യാസങ്ങൾ പ്രത്യേകം ശ്രദ്ധേയമായത്, ആദ്യത്തേത് ഒരു സാധാരണ ഒരു പൗരൻ ഒരു വിരുന്നൊരുക്കുന്നതായിരുന്നു, സദ്യയാണ്. പക്ഷേ ഇവിടെ രാജാവ് വിരുന്നൊരുക്കുകയാണ്. രാജാവ് തൻ്റെ പുത്രന് വേണ്ടി വിവാഹ വിരുന്നൊരുക്കുകയും വളരെ വ്യത്യാസമുണ്ട് ഈ ഒരു എഡിറ്റോറിയലായിട്ടുള്ള ഇൻഡിക്കേഷനിലൂടെ. ഇപ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ പ്രകാരം കൂട്ടിച്ചേർക്കുകയാണ്. യേശു പറഞ്ഞ ഉപമ ലൂക്കായിലാണ് കൂടുതൽ വിശ്വസ്തയോടെ എഴുതിയിരിക്കുന്നതെന്ന് പൊതുവെ കരുതപ്പെടുന്നു. ഇവിടെ സ്വർഗരാജ്യം തൻ്റെ പുത്രന് വേണ്ടി വിവാഹ വിരുന്നൊരുക്കിയ രാജാവിന് സദൃശ്യം. പിതാവായ ദൈവമാണ് രാജാവ്, പുത്രൻ യേശുവാണ്. ഇപ്പോൾ ദൈവരാജ്യം എന്ന് വിവാഹ വിരുന്നാണ്. അപ്പോൾ വിവാഹ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ക്ഷണിച്ചവരെ വീണ്ടും വിരുന്ന് തയ്യാറായപ്പോൾ വീണ്ടും ക്ഷണിക്കാനായിട്ട് അയക്കുന്നു. അതൊന്നല്ല, 2 തവണ 3 തവണ അയക്കും. ക്ഷണിക്കപ്പെട്ടവരെ വിളിക്കാനായി വരുന്ന ദൂതന്മാരെ, സേവകന്മാരെ വെറുങ്കയോടെ പറഞ്ഞയക്കുന്നു, ചിലരെ പീഡിപ്പിക്കുന്നു, ചിലരെ കൊല്ലുന്നു. ഇതൊന്നും കഥയുടെ വാസ്തവത്തിൽ അർത്ഥത്തിന് യോജിക്കുന്നതല്ല. മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇത് കുറച്ചുകൂടി ശ്രദ്ധേയമാണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ എന്തുകൊണ്ട് രാജാവിൻ്റെ വിരുന്നിന് ക്ഷണിക്കാൻ വരുന്ന ദൂതനെ ഒരാൾ പിടിച്ച് കൊല്ലണം? അതിന് പ്രത്യേക ഒരു വിശദീകരണം കൊടുക്കാൻ പ്രയാസമാണ്. പക്ഷേ വിശദീകരണമുണ്ട്. ഈ ഉപമയെ ഒരു അല്ലഗറി അല്ലെങ്കിൽ അന്യാപദേശമായി കണക്കാക്കുമ്പോൾ ഇതിലെ പറയുന്ന ഓരോ വ്യത്യസ്ത ഘടകത്തിനും അതിൻ്റേതായിട്ടുള്ള വിശദീകരണങ്ങളുണ്ട്. ഇവിടെ വീണ്ടും വീണ്ടും അയക്കപ്പെടുന്ന ദൂതന്മാർ മറ്റാരുമല്ല, പ്രവാചകന്മാരാണ്. അപ്പോൾ ദൈവജനത്തെ ദൈവോന്മുഖമായി ദൈവത്തിന് പ്രമാണമനുസരിച്ച് ജീവിക്കാനായിട്ട് ക്ഷണിക്കുന്ന പ്രവാചകന്മാരാണ് ഇവിടെ അയക്കപ്പെടുന്നത്. അപ്പോൾ ഇസ്രായേലിൻ്റെ ചരിത്രം ഇവിടെ അവതരിപ്പിക്കുകയാണ്. പ്രവാചകന്മാരെ തിരസ്കരിക്കുന്ന, കുറേ പേരെയൊക്കെ വധിക്കുന്ന ആ ചരിത്രം. അപ്പോൾ നമ്മൾ ഈ വിവാഹ വിരുന്ന് പറയുന്ന ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമാണെന്ന് തോന്നുന്നില്ല. കാരണം വിവാഹ വിരുന്ന് ഒരുങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ ആൾക്കാർ വീണ്ടും വീണ്ടും അയക്കുന്നു. അതിനുശേഷം പിന്നെന്താ ചെയ്യുന്നത്? പോയി പട്ടണം നശിപ്പിക്കുകയാണ്. കൊലപാതകികളെ നശിപ്പിച്ചു, അവരുടെ നഗരം അഗ്നിക്കിരയാക്കി. ഇത് വളരെ വ്യക്തമായിട്ടൊരു സൂചനയാണ് AD 70 സംഭവിച്ച ജെറൂസലം പട്ടണത്തിൻ്റെ നാശത്തെക്കുറിച്ച്. അപ്പോൾ യേശുവിനെ തിരസ്കരിച്ചവരെ, അല്ലെങ്കിൽ രക്ഷയുടെ അവസാനത്തെ ദൂതനെ തിരസ്കരിച്ചവരുടെ നഗരം തന്നെ അഗ്നിക്കിരയായത് ഇപ്രകാരം ഒരു ദൈവത്തിൻ്റെ പ്രവർത്തനമായി മത്തായി ഈ ഉപമയിൽ വിശദീകരിക്കുകയാണ്, വ്യാഖ്യാനിക്കുകയാണ്. അപ്പോൾ ക്രുദ്ധനായ രാജാവ് ഈ നഗരത്തെ നശിപ്പിക്കുന്നു, നഗരവാസികളെ ഉന്മൂലനം ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും പറഞ്ഞയക്കുകയാണ് അനേകം പേരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട്. നിർബന്ധപൂർവം ജനങ്ങളെ, വഴിപോക്കരെ എല്ലാവരെയും അകത്ത് കയറ്റാനായിട്ട് ശ്രമിക്കുന്നു. ഇതോടുകൂടി ആദ്യത്തെ ഉപമ തീരുകയാണ്. ശിഷ്ടരും ദുഷ്ടരുമായി എല്ലാവരെയും, ശിഷ്ടരും ദുഷ്ടരുമായി വഴിയിൽ കണ്ടവരെ എല്ലാം അകത്തു കയറ്റാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെ ആവശ്യപ്പെട്ടു. പക്ഷേ വിവാഹ വിരുന്നുശാല നിറഞ്ഞു. ഇതുകൊണ്ട് ആദ്യത്തെ ഉപമ അവസാനിക്കുകയായി. രണ്ടാമതൊരു ഉപമ മത്തായിയുടെ കൂട്ടിച്ചേർക്കുകയാണ്. അപ്പോൾ വിവാഹ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടവരെ കാണാനായി വരുന്ന രാജാവ്. ഇത് ശ്രദ്ധേയമാണ്. രാജാവ് വരുമ്പോൾ വിവാഹ വസ്ത്രം ധരിക്കാതെ ഒരുവൻ അവിടെ ഇരിക്കുന്നു. രാജാവിനോട് ചോദിച്ചു, നീ എങ്ങനെ ഇവിടെ കടന്നു വന്നു? അപ്പോൾ ആദ്യം പറഞ്ഞു ദുഷ്ടരും ശിഷ്യരുമായ എല്ലാവരെയും നിർബന്ധിച്ചകത്ത് കയറ്റിയതാണ്. ഇവിടെ ഒരു അല്പം ഒരു അവ്യക്തത കാണാം. നിർബന്ധിച്ചകത്ത് കയറ്റിയിട്ട് പിന്നെ എന്താ വിവാഹ വസ്ത്രത്തിൻ്റെ കാര്യം ചോദിക്കുക? ഒരു പതിവുണ്ട്, പൊതുവെ പറയാറുണ്ട്, രാജാവിൻ്റെ വിരുന്നുശാലയിലേക്ക് വരുമ്പോൾ രാജകീയമായ വസ്ത്രം അത് സൗജന്യമായി നൽകുന്നതാണ്. അത് പ്രവേശിച്ച് അത് ഉടുത്തേ അകത്ത് കയറാൻ പാടുള്ളൂ. യൂറോപ്പിലൊക്കെ ചില പള്ളികളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷൂസ് മാറ്റി അതിന് പകരം ചപ്പൽസ് ഇട്ടുകൊണ്ട് പോകണം. അത് പല ദേവാലയങ്ങളിലും പല ക്ഷേത്രങ്ങളിലും ഒക്കെ. അപ്പോൾ ഭാരതത്തിലാണെന്നുണ്ടെങ്കിൽ ഷൂസ് മാറ്റിയിട്ട് പോകാം. പക്ഷേ ചില ക്ഷേത്രങ്ങളിൽ അവർക്ക് വേണ്ടി വിടാനായിട്ട് പ്രത്യേകം ചെരുപ്പ് തരും.
അപ്പോഴിങ്ങനെ ചെരുപ്പില്ലാതെ, പ്രത്യേകമായ ചെരുപ്പില്ലാതെ സ്വന്തം ചെരുപ്പ് കൊണ്ട് ഒരാളൊരു അമ്പലത്തിൽ കയറുമെന്ന് വിചാരിക്കും. ഏതാണ്ട് അതുപോലെയാണ് ഇവിടെ. രാജാവിൻ്റെ വിരുന്നുശാലയിലേക്ക് വരുന്നവർക്ക് രാജകീയമായ വസ്ത്രം രാജാവ് സൗജന്യമായി കൊടുക്കുക. എത്ര പേര് വന്നാലും ഉപയോഗിക്കാൻ മാത്രമുള്ള വസ്ത്രങ്ങൾ അവിടെ ഉണ്ടാവും. അത് സ്വീകരിക്കാതെ അകത്ത് കയറി വന്നത് ഒരു തെറ്റായിപ്പോയി. നീ എങ്ങനെ അവിടെ പ്രവേശിച്ചത്? അവൻ മൗനം അവലംബിച്ചു. അവന് വിശദീകരണമൊന്നുമില്ല. അപ്പോഴാണ് പറയുക പരിചാരകന്മാരോട്, അവനെ കൈകാലുകൾ ബന്ധിച്ച് പുറത്തെ അന്ധകാരത്തിലേക്ക് എറിയുക. അത് വളരെ ക്രൂരമായിട്ട് തോന്നാം. ഈ വഴിയെ പോയവനെ ബലമായിട്ട് പിടിച്ച് അകത്ത് കയറ്റിയിട്ട് പിന്നെ കൈയും കാലും കെട്ടി പുറത്തേക്ക് എറിയുന്നത് അത് തികച്ചും ക്രൂരതയല്ലേ? പക്ഷേ എന്താണ് ഈ കഥയുടെ അർത്ഥം എന്ന് നോക്കണം. ആദ്യത്തേത് ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തേത് സഭയുടെ തന്നെ അവസ്ഥയാണ്. ഇപ്പോൾ വിവാഹവസ്തുണ്ട്, എല്ലാവരും വിരുന്നുശാലയിൽ കയറി. സഭ സ്വർഗരാജ്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് കാണുക. മാമോദിസ സ്വീകരിച്ചു, ഇവിടെ സഭയുടെ അംഗമായി തീർന്നു, അതുകൊണ്ട് ഞാൻ സുരക്ഷിതനാണ്, ഇനി എനിക്കൊന്നും ഭയപ്പെടാനില്ല എന്ന് വിചാരിക്കുന്ന ക്രിസ്ത്യാനികൾ യേശുവിൻ്റെ ചൈതന്യമനുസരിച്ച് ജീവിക്കുന്നില്ല എങ്കിൽ ഇപ്രകാരം പുറന്തള്ളപ്പെടും. ഇതാണ് മത്തായി എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ വിവാഹ വസ്ത്രം ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ മാമോദിസായിൽ സ്വീകരിച്ച നിർമ്മല വസ്ത്രം, ആ വിശുദ്ധി കാത്തു സൂക്ഷിക്കണം. നഷ്ടപ്പെട്ടു പോയെങ്കിൽ അത് കഴുകി വെളുപ്പിക്കണം യേശുവിൻ്റെ രക്തത്തിൽ, വിശുദ്ധ കൂദാശകളിലൂടെ. അപ്പോൾ ഒരു കൂദാശ സ്വീകരിച്ചു, മാമോദിസ സ്വീകരിച്ചു, ഒരിക്കൽ മാനസാന്തരപ്പെട്ടത് കൊണ്ട് മാത്രം ആർക്കും രക്ഷ ഭദ്രമാണെന്ന് വിചാരിക്കരുത്. ഇതാണ് ഇവിടെ പഠിപ്പിക്കുക. അപ്പോഴേ ഞാൻ സഭയ്ക്കകത്താണ്, ഞാൻ എൻ്റെ കർമ്മങ്ങളെല്ലാം നിർവഹിക്കുന്നു പറഞ്ഞുകൊണ്ടായില്ല. യേശു പഠിപ്പിച്ച വിധത്തിൽ യേശു ആഗ്രഹിക്കുന്ന ഫലം പുറപ്പെടുവിക്കുന്നുണ്ടോ? കർത്താവേ കർത്താവേ എന്നെ വിളിച്ചപേക്ഷിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ നിറവേറ്റുന്നവനാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക. അന്ന് പലരും പറയും, കർത്താവേ കർത്താവേ ഞങ്ങൾ തിരുനാമത്തിൽ പ്രവചിക്കുകയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ, നീ ഞങ്ങളുടെ ഇടയിൽ പ്രസംഗിച്ചില്ലേ, ഞങ്ങൾ നിന്നോടുകൂടി ഭക്ഷിച്ചില്ലേ, അനീതി പ്രവർത്തിക്കുന്നവരെ അകന്നു പോകുവിൻ, ഞങ്ങൾ ഒരിക്കലും അറിഞ്ഞിട്ടില്ല എന്ന് പറയും. അപ്പോഴിവിടെ മത്തായിയുടെ സുവിശേഷത്തിൽ രണ്ട് ഭാഗങ്ങളുണ്ട്. ആദ്യ ഭാഗം യേശുവും ഇസ്രായേൽ ജനവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ, യേശുവിനെ തിരസ്കരിക്കുന്ന ഒരു ജനത്തിന് സംഭവിക്കുന്ന ദുരന്തത്തിൻ്റെ കഥ. രണ്ടാമത്തേത് യേശുവിനെ സ്വീകരിച്ചു എന്ന് വിശ്വസിക്കുന്ന ക്രിസ്തീയ വിശ്വാസികളുടെ വിശ്വാസ ചാഞ്ചല്യത്തിന്, അപഭ്രംശത്തിന് സംഭവിക്കാൻ പോകുന്ന ശിക്ഷ. പുറത്തേക്ക് എറിയപ്പെടും. അകത്താണെന്ന് വിചാരിക്കുന്നവർ പുറത്തായി എന്ന് വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതാണ് ഈ വിവാഹ വിരുന്നിലൂടെ നമ്മൾ പറയുക. അപ്പോൾ മഹാവിരുന്നിൻ്റെയും വിവാഹ വിരുന്നിൻ്റെയും ഉപമകൾ ഒരുമിച്ച് സംയോജിപ്പിക്കുകയും രണ്ടാമത്തേത് വിവാഹ വിരുന്നിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന ഉപമയോട് എടുക്കുമ്പോഴേക്കും വളരെ നിർണായകമായ ചില സന്ദേശങ്ങൾ നമുക്ക് യേശു തരുന്നുണ്ട് സഭയിലൂടെ. നമ്മളെല്ലാവരും ക്ഷണിക്കപ്പെട്ടവരാണ്. വിവാഹ വിരുന്ന് പോലെയാണ്, സന്തോഷകരമായ ഒരവസരമാണ് ദൈവരാജ്യം. ദൈവത്തോടൊന്നിച്ചായിരിക്കുക, ദൈവത്തോടൊന്നിച്ച് മേശയ്ക്കിരിക്കുക. അനേകം ഉപമകളിലൂടെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ദൈവത്തോടൊന്നിച്ച് യേശുവിൻ്റെ ശിഷ്യർ എല്ലാവരും ഒരുമിച്ച് ഒരേ ഭവനത്തിലായിരിക്കണം വിവാഹ വിരുന്നിൽ പോലെ സന്തോഷമായിരിക്കണം. പക്ഷേ ആ സന്തോഷം നിലനിർത്തണമെങ്കിൽ, അവിടെ പ്രവേശനം ലഭിക്കണമെങ്കിൽ, അവിടെ ഇരിക്കാൻ സാധിക്കണമെങ്കിൽ വിവാഹ വസ്ത്രം ഉണ്ടായിരിക്കണം. വിവാഹം എന്ന് പറയുന്നത് നിർമ്മലതയാണ്. നിർമ്മലമായൊരു ജീവിതം, മാമോദിസായിൽ സ്വീകരിക്കുന്ന നിഷ്കളങ്കത, നിർമ്മലമായ ആത്മാവ് കളങ്കം വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ കഴുകി ശുദ്ധീകരിക്കണം. അല്ലാതെ ഞാൻ രക്ഷ പ്രാപിച്ചു എന്ന മിഥ്യാധാരണയുമായി കഴിഞ്ഞാൽ കണ്ണു തുറക്കുമ്പോൾ അന്ധകാരത്തിലായിരിക്കും എന്നൊരു താക്കീതാണ് നമുക്ക് നൽകുക. അതുകൊണ്ട് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, ഈ വിവാഹവിരുന്നിൽ ക്ഷണിക്കപ്പെട്ട ഞാൻ അതിന് അനുയോജ്യമായ രീതിയിലാണോ പ്രവർത്തിക്കുക? നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, സ്വർഗരാജ്യം ഒരു വിവാഹ വിരുന്ന് പോലെയാണെന്നും അതൊരു വലിയ സന്തോഷത്തിൻ്റെ അവസരമാണെന്നും ഞങ്ങളെ പഠിപ്പിച്ചു. ആ വിരുന്നിലേക്ക് ക്ഷണം സ്വീകരിച്ചവരാണ് ഞങ്ങളെല്ലാവരും. ആ ക്ഷണം സ്വീകരിച്ച് അങ്ങയുടെ ഭവനത്തിലേക്ക് കടന്നു വരാൻ അങ്ങ് ആഗ്രഹിക്കുന്ന വിധത്തിൽ നന്മയുടെ വിവാഹവസ്ത്രമണിഞ്ഞ് അങ്ങയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ക്ഷണിക്കപ്പെട്ടവർ അനേകം, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം എന്ന് അങ്ങ് തന്നെ പറഞ്ഞു. കർത്താവേ, ക്ഷണിക്കപ്പെട്ടവരിൽ നിന്ന് തിരസ്കരിക്കപ്പെട്ടവരാകാനുള്ള ദൗർഭാഗ്യം ഞങ്ങൾക്ക് ആർക്കും ഉണ്ടാകാൻ ഇടയാവാതിരിക്കട്ടെ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങൾക്ക് ലഭിച്ച മാമോദിസായിലൂടെ ലഭിച്ച വിവാഹ വസ്ത്രത്തിൻ്റെ നൈർമല്യം നഷ്ടപ്പെടാൻ ഇടയാകാതെ കാത്തു സൂക്ഷിക്കാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.